കിടിലൻ സൂപ്പറായിട്ട്. ഇന്ദ്രനിൽ ഗോപികൃഷ്ണനും രാഹുൽ ജിയും രണ്ടുപേരും നല്ല മികച്ച യുവ താരങ്ങളായിട്ട് കടന്നു വരുന്ന സംവിധായകരാണ്, എഴുത്തുകാരാണ്. രണ്ടുപേരും എഴുതി തയ്യാറാക്കിയിട്ടുള്ള പടമാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. അപ്പൊ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കിയാലോ. ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്നുള്ള ആ സിനിമയുടെ നിർമ്മാണം സോഫിയ പോളാണ് ട്ടാ, സോഫിയ പോൾ. അപ്പൊ നമുക്ക് ട്രെയിലർ കാണാം, എന്നിട്ട് ബാക്കി പറയാം. ഇതാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം ഈ ഗ്രാമസ്ഥിതി കൊള്ളുന്ന തന്നെ നന്മയുടെയും സന്തോഷത്തിന്റെയും പ്രതി. അതിന് കാരണം ഇവിടത്തെ നാട്ടുകാരാണ്. നല്ല മനോഹരമായിട്ടുള്ള, അങ്ങനെയല്ല വൃത്തികളൊന്നും നടക്കാറില്ല. ക്രൈം റേറ്റ് കുറവുള്ള ശേഷമാണ് ഞങ്ങളുടേത്. പ്ലാസ്റ്റിക് ഈ ഭൂമിയിലൊരു സ്വർഗമാണ്. അയ്യോ, സ്വർഗത്തിൽ എന്നിട്ട് തൂങ്ങി മരിച്ചേക്കല്ല. എന്റെ തല വരെ വരെ മാറുന്ന കേസ് വരില്ല. എന്തോ പഴക്കൊല കേട്ടു. അവസാനാക്കി ചെറിയ ചെറിയ കേസുകളൊക്കെ തെളിയുന്ന ഡിറ്റക്റ്റീവ് ആണ്. നമ്മുടെ നാട്ടിലെ തന്നെ ആദ്യത്തെ കൊല കാര്യങ്ങൾ വല്ലതും ധാരണയുണ്ട്. ചുറ്റികൊണ്ടോ എന്തോ കൊണ്ട് പാടുകളുണ്ട്. കിണ്ടിയും കുടം കോളാമ്പി എടുക്കാനേ ഇതേ കേസ് അതിന് പണി അറിയുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരുന്നത്. അവർ ഈ കേസ് സാധാരണ എന്ത് കേസ് ഉണ്ടായാലും പോലീസുകാരും നാട്ടുകാർ എന്നെയാ വിളിക്കും. രണ്ട് ക്രൈം സീനിലും പ്രോപ്പർ പോലീസ് പ്രൊസീജിയേഴ്സ് ഫോളോ ആയിട്ടുണ്ട്. അവിടങ്ങളിൽ നിന്നതിൽ തെളിവ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. എന്റെ ഗുരുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു സീനും പെർഫെക്റ്റ്. കേസ് അന്വേഷണം നല്ലതാണ്, പക്ഷെ അത് ഞാനിവിടെ ഉള്ളപ്പോ വേണ്ട. 5 മിനിറ്റ് കൊണ്ട് കഥ മൊത്തം മാറ്റിയല്ലോ. മോഷണവും താൻ തന്നെ, കണ്ടുപിടുത്തവും താൻ തന്നെ, നീ കൊന്നതാണോ? കൈയടിക്കണ്ട. 23-ാം തീയതിയാണ് ചിത്രം വരുന്നത് കേട്ടാ. ഞാൻ ഈ ട്രെയിലർ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ ഇതിന്റെ സീനുകളൊക്കെ വളരെ മനോഹരമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എന്ത് രസമല്ല കാണാനായിട്ട്, നല്ല രസമല്ലേ. കുഞ്ഞി രാമായണം ആ ചിത്രത്തിന്റെ ഒക്കെ ഏകദേശം ഒരു 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 ചായകാച്ചൽ തോന്നുന്നുണ്ട് അല്ലേ. അതിലെ സംസാര രീതികളും അതുപോലെ തന്നെ നമ്മുടെ റോഡി വർഗീസ് പോലീസുകാരൻ പുള്ളി ഇരുന്നിട്ട് ഇങ്ങനെ ആലിഞ്ചോട്ടിൽ ഇരുന്നിട്ട് കഥ പറയുന്ന രീതികളും അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള പാത്താച്ചിക്കാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗ്രാമത്തിൽ ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ഇതേ കാണിക്കുന്നു, തൂങ്ങി മരിച്ചു കിടക്കുന്ന ഒരാളുടെ ഡെഡ് ബോഡി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കഥയും കഥാവിവരണങ്ങളുമായിട്ട് ഓരോ കൃത്യമായിട്ടുള്ള ആളുകൾ കടന്നു വരുന്നു. എൻ്റെ പൊന്നടവേ, ഇതിൻ്റെ അകത്തൊരു മാറ്റിമറിക്കൽ കുഴപ്പങ്ങൾ എല്ലാം തന്നെ ചളപളവായിട്ട് പടത്തിന് ഒന്ന് കൊഴുപ്പിക്കാനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഒരുക്കി വെച്ചിരിക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇന്ദ്രനീൽ ഗോപികൃഷ്ണനും രാഹുൽ ജിയും രണ്ടുപേരും കിഡിലിനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കണ്ടില്ലേ, എല്ലാവർക്കും കാണുമ്പോൾ ഈ പടം കാണുമ്പോൾ എന്തായാലും കാണാൻ പോകാനായിട്ടൊരു ആഗ്രഹം വരും, ഒരു സന്തോഷം വരും, നല്ല രസമുണ്ടല്ലേ. നല്ല ഒരു ഗ്രാമത്തിലൂടെ പോകുന്നൊരു കഥ പറച്ചിലിന് എപ്പോഴും ആളുകൾ കൂടെയുണ്ട്. കുഞ്ഞി രാമായണം ഇറങ്ങിയ ആ സമയത്ത് തന്നെ ആളുകൾ, ആദ്യം പോയി കണ്ട ആളുകൾ തന്നെ അവരുടെ മികച്ച അഭിപ്രായങ്ങളാണ് ആ തിയേറ്ററിലേക്ക് മറ്റുള്ള ജനങ്ങളെ എത്തിച്ചുകൊണ്ടിരുന്നത്. കാരണം അത്രയേറെ മികവുള്ള ഓരോ സീനുകളായിരുന്നു. ആ പാട്ട് സീനുകൾ നോക്കിയാലും അതൊക്കെ തന്നെ ഈ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിന് കൈവന്നിട്ടുണ്ട്. ഇതിന്റെ ഛായാഗ്രഹണം ചെയ്തിട്ടുള്ളത് പ്രേം അക്കാട്ടും സൈരന്ദ്രി ഹരിചരനാണ്. രണ്ടുപേരും ചേർന്നിട്ട് മികവുറ്റ ഛായാഗ്രഹണം ചെയ്തിരിക്കുന്നു. അപ്പൊ അടിപൊളിയാവട്ടെ, എന്തായാലും സൂപ്പർ ആവട്ടെ. ധ്യാൻ ശ്രീനിവാസന് ഒരു ഹിറ്റ് 2025 ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ സന്തോഷം തന്നെയല്ല. ഇപ്പൊ അദ്ദേഹം അഭിനയിച്ച പ്രിൻസ് ആൻഡ് ഫാമിലി, ദിലീപേട്ടന്റെ അഭിനയം അടിപൊളിയായിട്ട് മുന്നോട്ട് ഇങ്ങനെ ഫാമിലി പ്രേക്ഷകർ ഇങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പൊ ഈ ചിത്രവും ഒരു ഫാമിലി എന്റർടൈനിങ് ആയിട്ട് ഫാമിലിക്ക് ഏറെ പ്രിയപ്പെട്ടതായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ബൈ ബൈ.